ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടി വന്നതാ. ഞാനൊരു പുതിയ സംരംഭം തുടങ്ങാൻ പോവാണ്. ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ കൂടെ വേറൊരാളും കൂടി ഉണ്ട്. ആളെ ഞാൻ പിന്നെ കാണിച്ചു തരാം. തുടങ്ങാൻ പോണ സംഗതി എന്താണെന്ന് വെച്ചാൽ, എന്താണ് ബ്ലോഗ് എന്നൊക്കെ പറയില്ലേ, അതാണ്. ശരിക്കും ബ്ലോഗ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് അതിപ്പോൾ എന്താണെങ്കിലും എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണം. അതുപോലെ എൻ്റെ കുറേ വിശേഷങ്ങൾ നിങ്ങൾ അറിയണം. ഞങ്ങളുടെ ഇപ്പോൾ ഞാനൊരു സ്ത്രീ എന്ന നിലയ്ക്ക് ഞങ്ങളുടെ ഏജ് ഗ്രൂപ്പിൽ എത്തുമ്പോഴത്തേനും ഉണ്ടാകുന്ന വേറെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുമായിട്ട് എനിക്ക് സംസാരിക്കണം എന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സംരംഭമായിട്ട് വരുന്നത്. അതിനു വേണ്ടി ഞങ്ങളൊരു യൂട്യൂബ് ചാനലും തുടങ്ങുന്നുണ്ട്. യൂട്യൂബ് ചാനലിൻ്റെ പേര് ബ്ലാക്കീസ് എന്നാണ്. എന്തുകൊണ്ടാണ് ബ്ലാക്കീസ് കിട്ടുന്നതെന്ന് പിന്നെ പറയാം. അപ്പോൾ വേഗം തന്നെ ഞാൻ എല്ലാവരും പറയണ പോലെ തന്നെ പറയുകയാണ്, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബ്ലാക്കീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തണം. ഹെൽപ്പ് ചെയ്യണം കേട്ടോ. പോവാട്ടാ. സുനിച്ചിനെ ഈ എറണാകുളം സ്കൂളിൽ കൊണ്ടുവിടാൻ വേണ്ടി പോയിക്കാം. പറഞ്ഞു എന്നിട്ട് നമുക്ക് എങ്ങനെയുണ്ട് ഉടുപ്പ്? ഇന്നലെ തയ്പ്പിച്ചതാണ്. ഇച്ചിരി ഓവറായി പോയില്ലേ വ്ളോഗിന്? സുനിച്ച വന്നു. അപ്പം എല്ലാവരോടും പറയാണ്, നമുക്ക് കൂടിയൊരു സംഭവം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം എല്ലാവരുടെ സപ്പോർട്ട് വേണം. അതിനുവേണ്ടി എടുത്ത ഉടുപ്പാണ് ഞാൻ നിങ്ങൾ കൊണ്ടുപോവാ. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. ഞാൻ ആദ്യം എവിടെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അപ്പ ചോദിക്കും, സുനിച്ചൻ എവിടെ, സുനിച്ചൻ എവിടെ? ഇതേ നിൽക്കുന്നു നിങ്ങളൊക്കെ സുനിച്ചൻ. ഒരു കുഴപ്പമില്ല. സുനിച്ചൻ ഇന്നലെ പരിപാടി ഉണ്ടായിരുന്നു, അപ്പോൾ ഉറക്കം വരണ്ടെന്ന് പറഞ്ഞു. അതാ സുനിച്ചൻ വരാത്തെ. നമുക്ക് പോകാം. താഴെ വേറൊരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. താഴോട്ട് നമ്മളിവിടെ 14ാമത്തെ നിലയില താമസിക്കുന്നത്. കുറച്ച് സമയം എടുക്കും വരാൻ. താഴെ ആൾ വിളിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഞാൻ ഫോൺ എടുത്തില്ല. കുറേ നേരമാണ് വിളിക്കുന്നത്. കയറി വരാൻ പറഞ്ഞിട്ട് അവർക്ക് മടിയാണ്. വന്നിട്ട് എൻ്റെ കൂടെ ആരാ വന്നേക്കണേന്ന് അറിയാവോ? താഴെ നിൽക്കണേ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരാളാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞങ്ങൾ തമ്മിൽ ഷെയർ ചെയ്യാത്ത ഒരു രഹസ്യങ്ങളുമില്ല. അത്ര കൂട്ടാണ്. അപ്പോൾ അവളാണ് താഴെ. അതെന്ന് പറയട്ടെ, വെറുതെ അല്ല ഭാര്യയുടെ, നിങ്ങളെല്ലാം പ്രിയപ്പെട്ട സാബുവിൻ്റെ ഭാര്യ സിമി സാബു. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇന്നത്തെ പരിപാടി തുടങ്ങാൻ പോകുന്നത്. കൂടെ നിൽക്കണം കേട്ടോ. ഇപ്പൊ കേട്ടോട്ടെ, നല്ല ചീത്ത പറയും. നോക്കിക്കോ, ആളവിടെ നിൽക്കുന്നുണ്ടാവും. ചക്കര പിന്നെ ഇനി മുകളിലേക്ക് വന്നിട്ട് അപ്പൊ തന്നെ തട്ടേണ്ട വായിക്കോട്ടു. എത്ര നേരം ഓടിക്കാറിയോ? കാര്യത്തിന് അങ്ങനെ കളിയാക്കണ്ട. ലൈസൻസ് കിട്ടിയില്ല, പക്ഷെ എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യും. വേണ്ട, ഇപ്പൊ തൽക്കാലം ചെയ്യാതെ. എനിക്ക് ജീവൻ കൊതിയുണ്ട്. എനിക്ക് കുറച്ച് നാളും കൂടി ജീവിക്കണം. ഒരു കാര്യമില്ല, ഓടിക്കാൻ അറിയാൻ പാടില്ല. ഞാൻ തന്നെ ഡ്രൈവർ. താൻ ബെൽറ്റ് ഇട്ടാ? ഞങ്ങളുടെ വണ്ടിക്ക് ബെൽറ്റ് ഒക്കെ നോക്കാം. ഡ്രൈവർ എപ്പോഴും ബെൽറ്റ് ഇടും. അറിയാം. അത് ഡ്രൈവിംഗ് അറിയണം, എന്നാലേ അതൊക്കെ അറിയാൻ പറ്റുള്ളൂ. നിനക്കതൊന്നും അറിയില്ലല്ലോ. അയ്യോ, കാര്യത്തിന് വണ്ടി എടുത്തിട്ടുണ്ട്. സുനിച്ചൻ ഒന്ന് പോകുമ്പോഴത്തേക്കിന് ഞാൻ പഠിക്കാൻ തുടങ്ങും. സുനിച്ചനുള്ളതുകൊണ്ട് സുനിച്ചനുള്ളപ്പോ പഠിക്കണല്ലേ അതിന് നല്ലത്. സുനിച്ചൻ മനുഷ്യൻ ടെൻഷൻ അടിപ്പിച്ച് പോയിട്ട്. നിനക്ക് പിന്നെ ആ സാധനം ഇല്ലല്ലോ. നമ്മളെങ്ങോട്ട് പോണം അത് പറയും. നമ്മളിവിടെ പോണം. നമുക്ക് ബീച്ചിൽ പോയാലോ? എനിക്ക് നമ്മൾ ഒരുമിച്ച് ചെയ്യാമോ സിമ്മി? എനിക്ക്
കാലല്ലേ നമ്മളിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് കുറെ സ്ഥലത്തൊക്കെ പോവാം. അതിൻ്റെതായൊരു സമയമുണ്ട് ദാസാ. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. സിമി ഡ്രൈവർ ഡ്രൈവറിന്റെ ലുക്ക് ഒക്കെ ഉണ്ടോ? ആ നല്ല ലുക്ക് ഉണ്ട്. കൂടി പോയോ. പിന്നെ നമ്മൾ എന്തുകൊണ്ടാണ് ഈ യൂട്യൂബ് ചാനലിന് ബ്ലാക്ക് കീസ് എന്ന് പേരിട്ടതെന്ന് പറഞ്ഞ സംശയം ഉണ്ടാകും. അതെ, ഞങ്ങളെ കാണുമ്പോ തന്നെ അറിയാലോ എന്താ കാര്യം എന്നുള്ളത് അല്ലേ. എന്തപ്പ അതായത് ഞങ്ങള് ഇപ്പൊ എവിടെയെങ്കിലൊക്കെ പോകുമ്പോഴത്തേക്കിനും സിമിയാണ് ഇട്ടത് ആദ്യം ചോദിച്ചത്. വെറുതെ അല്ല ഭാര്യയുടെ സമയത്ത് ഞങ്ങളെ മേക്കപ്പ് ചെയ്യാനായിട്ട് ഇച്ചിരി പാടാണല്ലോ. മേക്കപ്പ് ചെയ്താലും വൃത്തികേടായിരിക്കും. കാരണം ഞങ്ങൾ മാത്രം പെയിന്റ് അടിച്ചു രണ്ടുപേരും മാത്രമേ ഉള്ളൂ ബ്ലാക്ക് ആയിട്ടിട്ട്. ബാക്കി എല്ലാവരും വെളുത്തായിരിക്കണത്. എന്നിട്ട് ഞങ്ങളെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം എല്ലാവർക്കും മടിയ. കാരണം കുറെ സമയം എടുക്കൂല. എന്നാലും അവരൊക്കെ നല്ലോണം ചെയ്തു തരും കേട്ടാ. അപ്പൊ എന്തെങ്കിലും പറഞ്ഞ് കളിയാക്കുമ്പോ സിമി ചോദിക്കും, എന്താണ് ഇപ്പൊ കറുത്തിരുന്ന എന്താ കുഴപ്പം എന്ന് ചോദിക്കും. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്, അല്ലെങ്കിലും കറുത്തിരുന്നപ്പോ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ലല്ലോ. ആ സൗന്ദര്യം ഉണ്ടല്ലോ. അപ്പോ അതുകൊണ്ടിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഞങ്ങൾ തുറന്നു പറയാണ്, ഞങ്ങൾ കറുമ്പത്തികളാണെന്ന് പറയാണ്. അപ്പൊ കറുമ്പത്തികൾ തുടങ്ങണ യൂട്യൂബ് ചാനൽ ആയതുകൊണ്ടാണ് ബ്ലാക്ക് കീസ് പേരിട്ടത്. കറുമ്പത്തികൾ ഇടാന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഇനിയിപ്പോ എല്ലാവർക്കും ഇനി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേനും ഭയങ്കര പാടായാലോ സ്പെല്ലിംഗ് ഒക്കെ എഴുതാന്ന് വിചാരിച്ചിട്ടാണ് ബ്ലാക്ക് കീസ് ഇട്ടത് കേട്ടോ. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നന്നായിട്ട് ഞങ്ങൾക്കൊന്ന് വിശന്ന്. അപ്പൊ ഞങ്ങളൊന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി എറണാകുളത്ത് നോർത്തിലൊരു സാനി എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട്. ഭയങ്കര ടേസ്റ്റ് ആണ് നമുക്ക് പൊറോട്ട. അടിപൊളി പൊറോട്ട. അതായത് ഇങ്ങനെ നമ്മള് എതുപോലെ ഇങ്ങനെ 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 എടുത്തെടുത്തിട്ട് നല്ല ബിരിയാണി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ബീഫ് കിട്ടൂല, മട്ടൻ സൂപ്പറാണ് എടുത്തത്. അപ്പൊ ഇടയ്ക്ക് വരാറുണ്ട്. ഈ നോർത്തിൽ എവിടെയെങ്കിലും സാനിയെ പറ്റി അറിയാത്തവർ ഇവിടെ വന്നോട്ടാ. ഞങ്ങള് ശരിക്കും പറഞ്ഞത് ഫുഡിന്റെ കാര്യമൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല, കയറിയപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. നല്ല സെലക്ഷനാണ് സാനി. നമ്മുടെ റീസണബിളും ആണ്, നല്ല ക്വാളിറ്റി ഉള്ള ഫുഡാണ്. എനിക്ക് തോന്നുന്നു പണ്ട് മുതൽ ഉള്ളതായത് കൊണ്ടിട്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ കുറേ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇവർ ഭയങ്കര നീറ്റാണ്, അടുക്കളയൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. വന്നോട്ടെ, പൊറോട്ട വന്നോട്ടെ. ആഹാ, ഇതാണ് ഞങ്ങൾ പറഞ്ഞ പൊറോട്ട. പൊറോട്ട ഉണ്ടാ പൂവ് പോലെ ഇങ്ങനെ പൊറോട്ട ഉണ്ടാ. ഇങ്ങനത്തെ പൊറോട്ട ലോകത്ത് എവിടെ പോയാലും കിട്ടൂല. എന്തൊരു ഇതുണ്ടാ, ഭയങ്കര ടേസ്റ്റാണ് ഈ പൊറോട്ട. ഇപ്പൊ പൊറോട്ടയിൽ ഈ മട്ടനും കൊണ്ട് എടുത്തിട്ട് ഒഴിച്ചിട്ട്. അതെ, ഞങ്ങളീ പൊറോട്ട കഴിച്ചിട്ട് ഇനി വേറെ സ്ഥലത്തേക്ക് പോകും. അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയും. അതാണ് മെയിൻ. അങ്ങനെ വലിയ സ്ഥലമൊന്നും അല്ല കേട്ടോ. അങ്ങനെ സസ്പെൻസ് ഇടാൻ മാത്രമുള്ള സ്ഥലത്തൊന്നും പോയില്ല ഇപ്രാവശ്യം. ഇന്ന് വെറുതെ ഞങ്ങളൊരു ആഗ്രഹവും കൊതിയൊക്കെ പറയണമെന്നേ ഉള്ളൂ. അവിടെ പോയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം അവിടെ വെച്ച് പറയാം. അപ്പൊ കഴിക്കട്ടെ. സൂപ്പർ. ഗോശ്രീ പാലത്തിലേക്ക് കയറുന്നതാണ് നമ്മളിപ്പോ. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകണമെന്നുണ്ടെങ്കിൽ വൈപ്പിൻ ഏരിയ അങ്ങോട്ടൊക്കെ പോവാം. വൈപ്പിൻ ചെറായി അങ്ങോട്ടൊക്കെ പോവാം. നല്ല രസമുള്ളൊരു കപ്പലെടുക്കണുണ്ടോ? ആ, നല്ല രസമല്ലേ? മറ്റേ അതിന്റെ ഫ്രണ്ടിലൊരു അതില്ലേ, അത് റോറോയാണ്. റോറോ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? ഈ കണ്ടെയ്നർ വണ്ടികള്, നമ്മുടെ ജങ്കാറില്ലേ, ജങ്കാർ പോലെ തന്നെ വലിയ വണ്ടികൾക്കുള്ള സർവീസ് ഫോർട്ടുച്ചിന്ന് ഇങ്ങോട്ടൊക്കെ വരാൻ വേണ്ടിയിട്ടാണ്. പാസഞ്ചർ ഷിപ്പ് ആയിരിക്കുള്ളൂ എനിക്ക്. നെഫർട്ടിറ്റി പാസഞ്ചർ വണ്ടി ആയിരിക്കും ഇത്, ബോട്ട് ഷിപ്പായിരിക്കും തോന്നുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത് റോറോ. അപ്പുറം നമുക്ക് വൈപ്പിനിലേക്ക് അവിടെ അങ്ങോട്ട് ജങ്കാർ പോലെ നമുക്ക് വളച്ചു തിരിക്കൊന്നും വേണ്ട. ഇതെന്താന്നറിയോ,
ആ കണ്ടെയ്നർ വണ്ടി നമ്മൾ ഷിപ്പില് ഗുഡ്സ് വരുമല്ലോ, കണ്ടെയ്നറിൽ കയറ്റി ഷിപ്പിൽ ഗുഡ്സ് വരും, വന്ന് നമ്മൾ ഇവിടെ വന്ന് ഇറങ്ങും, നമ്മുടെ വല്ലാറോടത്ത് വന്ന് ഇറങ്ങും. എന്നിട്ട് അവിടെ നിന്ന് ഷിപ്പ് ഈ ക്രെയിൻ വെച്ചിട്ട് കണ്ടെയ്നർ പൊക്കിയിട്ട് യാർഡിൽ കൊണ്ടേ കണ്ടെയ്നർ. നമ്മൾ ശരിക്കും ഇവിടെ അല്ല പോകണം. നമ്മൾ പോകുന്ന സ്ഥലം കുഴുപ്പള്ളി ബീച്ചാണ്. കുഴുപ്പള്ളി ബീച്ചിൽ നമുക്ക് കുറച്ചും കൂടി അവിടെ എന്തെങ്കിലുമൊക്കെ കാണാനുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് അരമണിക്കൂർ കൂടി ഡ്രൈവ്. മോളെ നമ്മള് കുഴുപ്പള്ളി ബീച്ചിലെത്താൻ പോവാട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ അധികം കേട്ടിട്ടില്ല കേട്ടോ ഈ കുഴുപ്പള്ളി ബീച്ചിൽ നിന്ന്. ചെറായി ബീച്ചും വൈപ്പിൻ ബീച്ചും പോയിട്ടുണ്ടെങ്കിൽ ചെറായി ബീച്ചാവും. പക്ഷെ ഇത് കുറച്ചൊരു എന്താ പറയാ അധികം ആരും അങ്ങനെ പോവാത്തൊരു ബീച്ചാണ്. അതാ വലിയ തിരക്കൊന്നും കാണുന്നില്ല. ചെറായിൽ നാള് പോയപ്പോഴത്തേനും എന്തൊരു തിരക്കാരുന്നുണ്ട്. ചെറായിലൊക്കെ ഇപ്പൊ ഭയങ്കര ടൂറിസം ഭയങ്കരമായിട്ട് ഇതായല്ലോ. കുഴുപ്പള്ളി ബീച്ചിൽ ഞങ്ങൾ കുറച്ച് നേരം ഇറങ്ങി. ഇതെന്താ അറിയോ, ഭയങ്കര ഭയങ്കര രസമുള്ള ഒരു ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ. നീറ്റ് ആൻഡ് ക്ലീൻ. ഇതിന്റെ പ്രത്യേകത എനിക്ക് തോന്നുന്നു ഭയങ്കര നീറ്റ് ആണ്. വെള്ളം അതെ, വെള്ളം മിക്ക ബീച്ചിലും ചെളി വെള്ളം കൂടുതൽ. ഇനി മഴ ആയതുകൊണ്ടാണോന്ന് അറിയില്ല, പക്ഷെ നല്ല പ്യോർ തണുത്ത വെള്ളം. വലിയ തിരക്കൊന്നുമില്ല ബീച്ചില്. ഈ അവിടെ മുതൽ അങ്ങറ്റം വരെ ഇതേ ഉറക്കം തൂങ്ങി മരങ്ങളാണ്. ഭയങ്കര രസം, പറഞ്ഞറിയിക്കാൻ. വലിയ തിരകളും. ഇതിപ്പോ അത്ര ദൂരവും ഇല്ല. എറണാകുളത്ത് നിന്ന് എന്തോ ഒരു 10-25 കിലോമീറ്റർ ഉള്ളൂ, 30 കിലോമീറ്റർ താഴെ ഉള്ളൂ. എല്ലാവർക്കും ഫാമിലി ആയിട്ടൊക്കെ ഭയങ്കര റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. പിള്ളേർക്ക് സേഫ്റ്റി ഉണ്ട് കേട്ടോ. നല്ല ബീച്ചുണ്ട്, നന്നായിട്ട് ഏരിയ ഉണ്ട്. വെള്ളം ഇവിടം വരെ കയറിയും വരുന്നുണ്ട്. ഭയങ്കര രസം, ഭയങ്കര ചില്ലാവാൻ പറ്റിയ സ്ഥലം. പിന്നെ വേറൊരു സംഗതി എന്താന്ന് വെച്ചാല്, ഞങ്ങളിപ്പോ ഈ പറഞ്ഞ എന്താടി ബ്ലോഗാണെന്നാണ് എൻ്റെ ഒരു ചിന്ത. അപ്പൊ ഈ വ്ളോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിന്റെ നിയമം എന്താണെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിഞ്ഞൂടാ. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് എനിക്ക് ഇവളും എനിക്കും എപ്പോഴും കൂട്ടാണ്. അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ വഴിക്ക് പോകും, ഇവൾക്കൊരു ചെറിയ ബൊട്ടിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവളെ
അങ്ങനെ അവളുടെ തിരക്കിൽ പോകും. ഞങ്ങൾക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന സമയം വളരെ കുറവാണ്. അപ്പം ഇങ്ങനെ ഒരു സംഗതി ആവുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് യാത്ര ചെയ്യാം, ഒരുമിച്ച് ഇതേപോലെ സന്തോഷമായിട്ടിരിക്കാം. അതൊക്കെ കൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഞങ്ങൾ എപ്പോഴും കൊതിക്കാറുണ്ട് ഞങ്ങൾ മാത്രം ഇങ്ങനെ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പോകണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ എപ്പോഴും കൊതിക്കും. ഇപ്പൊ വേറെ പണിയൊന്നുമില്ല. നിലവിലിപ്പോ സിനിമ ഒരു 4-5 ദിവസം അല്ലെങ്കിൽ കൂടി വന്ന ഒരു 6-7 ദിവസത്തിനേക്ക് സിനിമ മാറ്റി വെച്ചാൽ പ്രത്യേകിച്ച് ഇപ്പോൾ പരിപാടികളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ഇങ്ങനെ വേറെ എന്തെങ്കിലും ഒരു തൊഴിലിന് സ്കൂളിൽ പോകാന്ന് വെച്ചാലും ഈ പറഞ്ഞ പോലെ മാസത്തിൽ 25 ദിവസവും നമ്മൾ സ്കൂളിൽ പോകുന്നുണ്ട്. ഇവള് ഒരു ടീച്ചറായിരുന്നു കേട്ടോ. ഈ ഇതിലൊക്കെ കയറണതിന് മുമ്പ് ഇവള് മലയാളം അധ്യാപികയായിരുന്നു, സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാനുമുള്ള കാരണം ഭരണാച്ഛനുണ്ട്. അപ്പോൾ ഒരുപാട് എല്ലാ ദിവസവും തിരക്കായിട്ടുണ്ടെങ്കിൽ അതും ബുദ്ധിമുട്ടാണ്. പിന്നെ വേറെ പണിയൊന്നും പ്രത്യേകിച്ച് അറിയാനും പാടില്ല. അപ്പോൾ ഓർത്ത് ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാണാൻ രസമുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു സംഭവമായിട്ട് വന്നത്. പിന്നെ ഇപ്പം നിറയെ ഇങ്ങനെ കാണുമ്പോൾ ഒരുപാട് വ്ളോഗുകൾ ഓരോ കാറ്റഗറിയിലുള്ളവരും ഇതേപോലെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഞങ്ങളുടെ ഏജ് ഗ്രൂപ്പിന് ഇഷ്ടമുള്ള കുറേ സംഗതികൾ, ഇതിന് പ്രത്യേകിച്ച് നിയമങ്ങളോ ഒന്നുമില്ല. നമുക്കിഷ്ടമുള്ളത് എന്തും നമുക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഞങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ പറയാം, അങ്ങനെ അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് മറന്നു പോകരുത്, ബ്ലാക്കീസ്. ഇപ്പോൾ ആദ്യത്തെ എപ്പിസോഡിൽ ഞങ്ങൾ അവിടെ മുതൽ പറഞ്ഞു ഒരു സ്ഥലത്ത് കൊണ്ടുപോകാം ഇതാണ് സ്ഥലം എന്ന് ചോദിക്കരുത്, അങ്ങനെ വിചാരിക്കണ്ട. വലിയ സംഭവമൊന്നും അല്ല, പക്ഷേ നല്ല സംഭവമാണ്. ഞങ്ങൾ എന്താ ഉദ്ദേശം എന്ന് വെച്ചാല് ഈ പറഞ്ഞ പോലെ മറ്റു ബീച്ചുകളിലൊക്കെ എപ്പോഴും ഞാൻ ഉൾപ്പെടെ എല്ലാവരും പോകണം. ഇപ്പൊ ഫോർട്ട് കൊച്ചി ബീച്ചിലാണെങ്കിലും ചെറായിലാണെങ്കിലും ഒക്കെ നമ്മൾ എപ്പോഴും പോകണം. കുഴുപ്പുള്ളി ബീച്ച് അധികം നമ്മൾ കേട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ടിട്ടാണ് ഇങ്ങോട്ട് വരാന്ന് വെച്ചത്. അടുത്ത പ്രാവശ്യം മുതൽ ഞങ്ങൾ ഓരോ ഞങ്ങൾക്ക് പോകാൻ ഇഷ്ടമുള്ള സ്ഥലങ്ങള്, ഞങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ള സ്ഥലങ്ങള്, പിന്നെ ഞങ്ങളെ പോലുള്ളവർ ഞങ്ങൾ ഭയങ്കര പ്രസ്ഥാനമാണെന്ന് കേട്ടോ പറഞ്ഞത്. ഈ ഞങ്ങൾ അമ്മമാരാണല്ലോ, അപ്പോൾ ഞങ്ങൾക്ക് പറയേണ്ട കുറേ സംഗതികൾ ഉണ്ടാവും. അത് ഒക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അടുത്ത പ്രാവശ്യം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും അതെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹോംവർക്ക് ഒക്കെ ചെയ്തു തുടങ്ങി. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അറിയണമെങ്കിൽ ആദ്യം നമ്മുടെ ബ്ലാക്കീസിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ മാത്രമേ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ വേറൊരു സംഗതി എന്ന് പറഞ്ഞാൽ ചിലർ പറയും ഫേസ്ബുക്കിൽ എന്തൊരു വെറുപ്പീരാടോ, ഫേസ്ബുക്കിൽ ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോ അങ്ങനെ നിൽക്കുന്ന ഫോട്ടോ എന്തൊരു വെറുപ്പീരാണ് അമ്മച്ചി എന്നൊക്കെ വിളിക്കാറുണ്ട്. അമ്മമാരായതുകൊണ്ടായിരിക്കും. എന്ത് തരം അഭിപ്രായങ്ങളും ഞങ്ങൾ സ്വീകരിക്കും. ഓപ്പൺ ഹാർട്ടഡ് ആയിട്ടല്ലേ. അതെ. അപ്പോൾ ഇതാവുമ്പോൾ നമ്മളെ ഇഷ്ടമുള്ളവർ മാത്രമല്ലേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മളെ ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്ന് എഴുതണം. അതിനനുസരിച്ച് ഞങ്ങളെ മാറ്റാൻ പറ്റുള്ളൂ. അത്രയുള്ളൂ ഞങ്ങളുടെ വിശേഷം. അപ്പൊ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ.